എറണാകുളത്ത് ഒരു ബംഗ്ലാദേശി കൂടി പിടിയിലായിരിക്കുന്നു. സുമൻ ഹലാദാറിനെയാണ് പോലീസ് പിടികൂടിയത്. എടവനക്കാട് വെച്ചാണ് ഞാറയ്ക്കൽ പോലീസ് ഇദ്ദേഹത്തെ പിടികൂടിയത്. ഓപ്പറേഷൻ ക്ലീൻ പ്രകാരമാണ് നടപടി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. നിതിൻ, ആവശ്യമായ രേഖകളില്ലാത്ത ഇത്തരം ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ഇപ്പോഴും പല ഭാഗങ്ങളിലുണ്ട് എന്നാണോ വ്യക്തമാകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, എറണാകുളം റൂറൽ മേഖലയിൽ ഇത്തരത്തിൽ കൂടുതൽ പേർ മതിയായ രേഖകളില്ലാതെ ബംഗ്ലാദേശിലുള്ള കൂടുതൽ പേർ ഇപ്പോഴും താമസിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും പരിശോധനകൾ മേഖലയിൽ നടക്കുന്നത്. ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായാണ് ഞാറക്കൽ മേഖലയിൽ ഇന്ന് പരിശോധന നടത്തിയത്. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വം നടത്തിയ പരിശോധനയിലാണ് ഒരു ബംഗ്ലാദേശിയെ പിടികൂടിയത്. സുമൻ ഹലാദാർ എന്ന 22-കാരനെയാണ് പിടികൂടിയത്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ നിന്നും കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ നിരവധി പേർ കേരളത്തിലേക്ക് വരുന്നു. അത് പ്രത്യേകിച്ചും റൂറൽ മേഖല, ആലുവ, പെരുമ്പാവൂർ അടക്കമുള്ള എറണാകുളം റൂറൽ പോലീസ് പരിധിയുടെ മേഖലയിലാണ് ഇവർ താമസിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് 27 പേരെ പിടികൂടിയത്. അതിനുശേഷം ഈ മേഖലയിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. എന്തായാലും ബംഗ്ലാദേശിലെ ഖുൽന എന്ന ജില്ലയിൽ നിന്ന് ഇവർ നേരെ മുർഷിദാബാദിൽ വരുന്നു. അതിനുശേഷം ബംഗാളിൽ നിന്ന് ബാംഗ്ലൂരിലെത്തി അവിടെ വെച്ച് വ്യാജ ആധാർ കാർഡ് തയ്യാറാക്കിയാണ് ഇവർ നേരെ കേരളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ രേഖകൾ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അങ്ങനെ പരിശോധനയ്ക്ക് വിധേയമായ രേഖകളിൽ മതിയായ രേഖയില്ലാത്ത ആളുകളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സുമൻ ഹലാദാറിനെ പിടികൂടിയിരിക്കുന്നു. 35 പേരെയാണ് ഇതുവരെയായിട്ട് എറണാകുളം റൂറൽ മേഖലയിൽ നിന്ന് മാത്രം പിടികൂടിയത്. ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.